പ്രാർത്ഥിക്കാം. ഈ ആരാധന അനുഗ്രഹത്തിനായും ദൈവസാന്നിധ്യത്തിനായും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കരുണാസമ്പന്നനും സ്നേഹവാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ശേഷിപ്പിച്ച് തന്നതോർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ ആപത്തിൻ്റെയും അനർത്ഥങ്ങളുടെയും കാലത്തിൽ ദൈവമേ, ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളെ സൂക്ഷിക്കുന്നതായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൂടെ അടികളെ അത്ഭുതവും അതിശയകരമായും അവിടുന്ന് കാത്തു പരിപാലിച്ചുവല്ലോ. കർത്താവെ, വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുവാൻ നിന്റെ മക്കളാകുന്ന അടികളെ അവിടുന്ന് ഒരുക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, ആരാധനയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ വാഴ്ത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ തിരുവചന ധ്യാനമെല്ലാം തിരുനാമ മഹത്വത്തിന് അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. ഞങ്ങളുടെ ദേശത്തിന് അത് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകണമേ. കർത്താവെ, അടികൾ കുറവുകളൊക്കെ ക്ഷണിക്കുകയും അവിടുത്തെ നാമത്തെ ആരാധിപ്പാൻ യോഗ്യമായി മഹത്വപ്പെടുത്തുവാൻ അടികളെ അവിടുന്ന് ഒരുക്കുകയും ചെയ്യണമേ. അവിടുത്തെ അടികളുടെ ശരീരാത്മദേഹികളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ആരാധനയിലൂടെ, കർത്താവെ, വചന ശുശ്രൂഷയിലൂടെ അനുഭവിക്കുവാൻ തക്കവണ്ണം അടികളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. എവിടെയെല്ലാം ഇരുന്ന് ഈ ആരാധന ആരെല്ലാം കാണുന്നുവോ, അതിൽ പങ്കെടുക്കുന്നുവോ, നിന്റെ മക്കളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശു മിശിഹാ മൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങൾ 29-ാമത്തെ പാട്ട് നമുക്ക് പാടാം.
നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുമായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ സ്തുതിലിത്താനും അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവേൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ പാറയും എൻ്റെ പിന്നിലുമായ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ത്യാഗം അങ്ങേക്ക് സഹായമായിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരയണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോകി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് നമ്മുടെ തലകളെ വണക്കി നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും ദൈവസന്നിധിയിൽ ഏറ്റവും മനഃപൂർവ്വമായും നമുക്ക് ഏറ്റു പറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചെല്ലിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, എന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോട് നീതിയോട് സുബോധത്തോട് നടക്കേണ്ടതെന്ന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരം പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. വരുവേ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ വാറയ്ക്കാർപ്പിടുക.
യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മറിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം എസ്തർ 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എസ്തർ 4-ാം അധ്യായം 1 മുതൽ 17 വരെ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു, വെണ്ണീർ വായിൽ ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിലോളം വന്നു. എന്നാൽ രട്ടുടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. എസ്തേറിന്റെ ബാല്യക്കാരത്തികളും ഷണ്ഡന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദെഖായിയുടെ രട്ടു നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവ് ആക്കിയിരുന്ന ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹദ്ദാക്കിനെ വിളിച്ചു. അത് എന്തെന്നും അതിന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹദ്ദാക്ക് രാജാവിന്റെ പടിവാതിലിന് മുമ്പിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കയ്യിൽ കൊടുത്ത് ഇത് എസ്തേറിനെ കാണിച്ചു വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അങ്ങനെ ഹദ്ദാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ ഹദ്ദാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്ക് അറിയാം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂഷനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാർത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം. സങ്കീർത്തനം 12. 12ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു. കപടമുള്ള അതരങ്ങളെയൊക്കെയും ബമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു.
യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്തെ ഉലയിൽ ഒരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഭക്ഷണത്വം പുറപ്പെടുമ്പോൾ ദുഷ്ടന്മാരെല്ലാവരും സഞ്ചരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമുണ്ടാകട്ടെ. രണ്ടാം പാട്ട്. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25 മുതൽ 30 വരെ. ഫിലിപ്പിയർ 2-ാം അധ്യായം 25 മുതൽ 30 വരെ. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രൊദീത്തുസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ച് മടിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് നിൽക്കവേ സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അതിനുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമി നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വരുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരാൽ നിന്റെ അടിയാറിനെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37 തുടങ്ങി 42 വരെയുള്ള വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, സ്തുതിയായിരിക്കട്ടെ. നാം തിരുവചനം ധ്യാനിക്കുന്നതിന് മുൻപായി കീർത്തനത്തിൽ 248-ാമത്തെ പാട്ട് നമുക്ക് പാടാം.
കീർത്തനം 248. േ
വചനമായ ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ പോഷണത്തിനും നിലനിൽപ്പിനുമായി അവിടുന്ന് തന്നിരിക്കുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രിയ കർത്താവേ, സ്വർഗത്തിനേക്കും സ്ഥിരമായിരുന്ന വചനം ജഡമായി ഞങ്ങളോടൊപ്പം പാർത്തുവല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നെ യാഗമായി തീർത്തു. ക്രൂശിന്മേൽ അവിടുന്ന് മരിച്ചു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അത്രയധികമായി യാഗമായി സ്നേഹിച്ചതോർത്ത് സ്തോത്രം. ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും നിലനിൽക്കുവാനും വേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങൾക്ക് ജീവനും ജീവിതവും ദൈവരാജ്യവും നൽകി തന്ന ആ കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഈ ലോകത്തിൽ മറ്റ് എന്തിനേക്കാളും നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ മാനിപ്പാൻ, നിന്റെ വഴികളിൽ നടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആ ക്രൂശിൻ്റെ നിഴലിൽ എപ്പോഴും നിൽക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നു പോയ കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തിൻ്റെ പലവിധമായിരിക്കുന്ന സ്വാധീനങ്ങളും നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളഞ്ഞ കുറവുകളൊന്നും ഞങ്ങളോട് കണക്കിടരുതേ. കർത്താവെ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ, ചേർന്ന് നടക്കുവാൻ, ആ ക്രൂശിൻ്റെ പാതയിൽ അനുദിനവും മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിൻ്റെ വചനം അനുസരിക്കുന്നതിനേക്കാളും വലിയ യാഗം വേറെയില്ല എന്ന് ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ, നിന്നെ അനുസരിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം. നിന്റെ വചനം കേൾക്കുവാനും അത് കാക്കുവാനും ധ്യാനിപ്പാനും ഞങ്ങൾ ഒരുക്കണം. അല്പസമയം തിരുസന്നിധിയിരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹവും ഉപകാരവുമായി തീരും. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം അങ്ങിങ്ങായി ഈ വിശുദ്ധ ആരാധനയുടെ ഭാഗവാക്കുകളാകുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുക. ഈ ഒരു കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ ഒരു ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം എല്ലാവരും അറിയുന്നത് പോലെ വളരെ പ്രയാസം നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്തിൽ നാം മുൻപോട്ട് പോവുകയാണ്. ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഉണ്ടായ മഹാമാരി അതേതാണ്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ നാളുകളിൽ ഇതുവരെയും ഈ ലോകത്തിൽ നിന്ന് ഈ മഹാമാരി മാറിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കുറഞ്ഞു വരുന്നു. ഒരു തരൊരാശ്വാസം കാണുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകയില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമക്കൾ, ദൈവജനം വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലയളവാണ്. നാം നിഷ്ക്രിയരായിരിക്കേണ്ട, നിസ്സംഗതയോടെ ഇരിക്കേണ്ട ഒരു നാളുകളല്ല. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരു മാന്ദ്യം ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരിക്കലും അത് സംഭവിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. കഷ്ടതയുടെ നാളുകളിൽ വളരെ ഉത്സാഹത്തോടുകൂടെ, വളരെ എരിവോടും തീക്ഷ്ണതയോടും കൂടെ നിലനിൽക്കുവാനാണ് ക്രിസ്തീയ വിശ്വാസികളെ, ക്രിസ്തു സഭയെ കർത്താവ് ഒരുക്കുന്നത്. അതിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നാം മുമ്പും ചിന്തിച്ചിട്ടുള്ള കാര്യമാകുന്നു. ആദിമസഭയുടെ അനുഭവങ്ങൾ നാം വായിക്കുമ്പോൾ വളരെ വിവരണാതീതമായിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരു കാലയളവുണ്ടായിരുന്നു സഭയ്ക്ക്. ഇന്നത്തെ മറ്റുമൊന്നും ആയിരുന്നില്ല ആദിമസഭയ്ക്ക്. അവർക്കൊന്നുമില്ലായിരുന്നു. അവർക്ക് ഒരിടത്തുനിന്നും നീതി ലഭിച്ചില്ല. ഭയങ്കരമായ പീഡനത്തിലൂടെ അവർ കടന്നുപോയി. അനേക ആളുകൾ കൊല്ലപ്പെട്ടു. അങ്കുലീപരിമിതമായിട്ടുള്ള എണ്ണത്തിൽ നിന്ന് ഈ ലോകത്തെ ഇത്ര അത്ഭുതകരമായിട്ടുള്ളൊരു വളർച്ച
സഭയ്ക്ക് സാധ്യമായത്, ക്രിസ്ത്യാനിത്വത്തിന് സാധ്യമായത് അനേകരുടെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നത് സഭയുടെ വിത്ത് എന്ന് പറയുന്ന രക്തസാക്ഷികളുടെ രക്തമാണ് എന്ന് പറയാറ്. അനേകര് തങ്ങളുടെ ജീവനെ വിലയേറിയതായി കാണാതെ അത് കർത്താവിന് വേണ്ടി വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് സഭ നിലനിൽക്കുന്നത് എന്ന് നാം ഓർക്കണം. ഇന്ന് നാം സഭയായിട്ട് ചിന്തിക്കുന്ന ആ വിഷയം ദൈവരാജ്യത്തിനായി നഷ്ട സാധ്യതകൾ ഏറ്റെടുക്കുക. ഇംഗ്ലീഷിലെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ടേക്കിംഗ് ദ റിസ്ക് ഫോർ ദ റെയിൻ ഓഫ് ഗോഡ്. ദൈവീക ഭരണത്തിനായി, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി, ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി, ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി നഷ്ടസാധ്യതകളെ ഏറ്റെടുക്കുക. പലപ്പോഴും ഇത് നമുക്കറിയാം, മനുഷ്യൻ ലാഭമാണ് പ്രധാന ഉദ്ദേശം എന്ന് പറയും. എനിക്കെന്ത് മെച്ചം കിട്ടും, എനിക്കെന്ത് ലഭിക്കും എന്നുള്ള ചിന്തയാണ് പലപ്പോഴും മനുഷ്യനെ ഭരിക്കുന്നത്. എന്നാൽ എനിക്കെന്ത് നൽകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, വളരെ വളരെ അത് പരിമിതമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സഭയുടെ ചരിത്രം, സഭയുടെ വളർച്ചയുടെ ചരിത്രം നാം പരിശോധിച്ചാൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നൽകിയവരുടെ വലിയ ഒരു ലിസ്റ്റാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായമൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് വേണ്ടി നിലനിന്നവരുടെ, ദൈവരാജ്യത്തിന് വേണ്ടി അടരാടിയവരുടെ ഒരു വലിയ ലിസ്റ്റാണ് നമുക്ക് അവിടെയൊക്കെയും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുക. നാം വായിച്ച വേദഭാഗങ്ങളൊക്കെ ഈ ഒരു ആശയത്തിലേക്ക് വളരെ വെളിച്ചം വീശുന്നവയാണ്. പഴയ നിയമത്തിൽ നാം വായിച്ചല്ലോ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന്. എസ്തേറിൻ്റെ പുസ്തകം വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ചില ദൈവം എന്നുള്ള വാക്ക് അതിനകത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ വളരെ വളരെ കൃത്യമാണ് അവിടെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ആശയം നമുക്ക് വളരെയധികം പ്രോത്സാഹനവും സന്തോഷവും തരുന്ന ഒരു ആശയമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹാമാൻ തൻ്റെ പ്രധാന സ്ഥാനക്കാരനായിരുന്ന ആ സമയത്ത് യഹൂദന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി ഹാമാൻ ചെയ്തതായിട്ടുള്ള ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെയാണ് നാം അവിടെ വായിക്കുന്നത്. അതിന് എസ്തേർ രാജ്ഞിക്ക് മുമ്പായിട്ടുള്ള വസ്തി രാജ്ഞിയൊക്കെ അഹശ്വേരോശ് രാജാവ് മാറ്റുന്നുണ്ട്. വീണ്ടും ആ സ്ഥാനത്തേക്ക് എസ്തേർ രാജ്ഞി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹൂദജനത്തെ മുടിപ്പിക്കുവാനുള്ള ഹാമാന്റെ ശ്രമത്തിൽ നിന്ന് തടയുന്നതിനും അതോടൊപ്പം തന്നെ ആ ശത്രുവായുള്ള ഹാമാനെ തന്നെ നശിപ്പിക്കുന്നതും ഒക്കെയാണല്ലോ ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ. അതിന് 4-ാം അധ്യായത്തിൽ നിന്നാണ് നാം വായിച്ചത്. എസ്തേറിൻ്റെ ഉപ്പാപ്പനായുള്ള മൊർദെഖായി ഇവിടെ രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ കിടന്നിരുന്നൊരു മനുഷ്യനാണ്. എസ്തേർ രാജ്ഞി ഈ സംഭവം അറിയുകയാണ്, ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വിവരം മൊർദെഖായി അറിയുകയും മൊർദെഖായി ചെന്ന് എസ്തേറിനോട് പറയുകയും ചെയ്യുകയാണ്. നീ ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, നീ ഈ സ്ഥാനത്തായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നീ ഓർക്കണം. ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റെവിടുന്നെങ്കിലും രക്ഷ വരും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും എന്ന് പറയുകയാണ് എസ്തേർ രാജ്ഞിയോട് മൊർദെഖായി. എസ്തേർ രാജ്ഞി ഉടനെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് നാം അവിടെ വായിക്കുക. രാജാവിന് അനുമതിയില്ലാതെ രാജാവിൻ്റെ അകത്തെ പ്രാകാരത്തിൽ ചെന്നുകൂടാ എന്നുള്ളതാണ്. ആർക്കും അവിടെ ചെന്നുകൂടാ. അവിടെ ആരെങ്കിലും ചെന്നാൽ രാജാവ് അവർക്ക് നേരെ തൻ്റെ പൊൻചെങ്കോൽ നീട്ടണം. എങ്കിൽ മാത്രമേ അവർക്ക് രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് അവകാശമുള്ളൂ. ഇവിടെ എസ്തേർ രാജ്ഞി പറയുന്നൊരു വാക്കുണ്ട്. 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ആ വാക്ക് വളരെയധികം നമ്മെ സ്പർശിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എൻ്റെ ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി. അതാണ് ഒരു റിസ്ക് ടേക്കിംഗ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഒരു റിസ്ക് ടേക്കിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്.
അവിടെ മിണ്ടാതിരുന്നാൽ തൻ്റെ ജനം അവിടെ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് രാജ്ഞി അവിടെ ചെല്ലുകയും രാജാവ് തൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിക്കുകയും അത് പറയുകയും ഒക്കെ ചെന്ന് പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. മൊർദെഖായിയെ തൂക്കാൻ ഉപയോഗിച്ച ആ കുരിശിൽ ആ ഒരു കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കുന്ന സംഭവങ്ങളെല്ലാം നാം പിന്നീട് ചരിത്രമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് എസ്തേർ രാജ്ഞി കൃത്യമായിട്ട് ടൈംലി ആക്ഷൻ, ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ അവിടെ ഇടപെടുകയും ഈ സമയത്ത് നിമിണ്ടാതിരുന്നാൽ എന്നുള്ള വാക്ക് പ്രധാനമായിട്ട് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, നാം മിണ്ടാതിരിക്കേണ്ട ഒരു കാലയളവല്ല, ഈ സമയത്ത് നാം മിണ്ടേണ്ട കാലയളവാണ്. നാം ദൈവത്തോട് പറയേണ്ട, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമാണ്. കഷ്ടതയുടെ മധ്യത്തിൽ, പ്രയാസത്തിന്റെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അതിന് വരുമരായി വിചാരിക്കാതെ ഒരാവേശത്തോട് ചാടുകയല്ല ഇവിടെ ചെയ്യുന്നത്. എന്നാൽ തന്റെ വിശ്വാസത്തിന്റെ വലിയൊരു ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നടത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഉപവസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ ചെല്ലട്ടെ. അതുകൊണ്ട് വലിയ പ്രാർത്ഥനയുടെ പിൻബലത്തോടു കൂടെയാണ് എസ്തേർ രാജ്ഞി രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം ദൈവത്തോട് വളരെയധികം അടുത്ത് നിൽക്കേണ്ട സമയമാണ്. വളരെയധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാലയളവാണ്. എന്തുകൊണ്ടും വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ചുറ്റുപാട്. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലേഖനഭാഗത്ത് നാം വായിക്കുന്നത് എപ്പഫ്രാദിത്തോസിനെ കുറിച്ചാണ്. എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ പൗലോസിനെ ശുശ്രൂഷിക്കുവാനായിട്ട് സഭ അയച്ച വ്യക്തിയാണ്. എപ്പഫ്രാദിത്തോസ് ചെന്ന് ഒരു പിതാവിനെ പോലെ തന്നെ ശുശ്രൂഷിച്ചു. പൗലോസ് പറയുന്നത് എൻ്റെ കൂട്ടുവേലക്കാരനാണ്, എൻ്റെ സഹവദനാണ്, ദൂതനാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എപ്പഫ്രാദിത്തോസിന്റെ കയ്യിലാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം എഴുതി ആയി കൊടുക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ. നാം വായിക്കുന്നത് എപ്പഫ്രാദിത്തോസ് മരണത്തോളമായി പോയി നാം വായിക്കുന്നത്. എപ്പഫ്രാദിത്തോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ളത് എന്നാണ്. എന്തായിരുന്നു എപ്പഫ്രാദിത്തോസിന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ തന്റെ ആഴമായിട്ടുള്ള ദൈവാശ്രയമായിരുന്നു. തന്റെ ജീവനേക്കാൾ അധികം തന്റെ ശുശ്രൂഷയെ കണ്ട മനുഷ്യനാണ്. തന്റെ ജീവനേക്കാൾ അധികം തന്റെ യജമാനെ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിന്റെ വേല ചെയ്യുന്നത് വളരെ പ്രിയമായി കണ്ട മനുഷ്യനാണ്. നമുക്കറിയാം, സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് എത്രയോ ശുശ്രൂഷകര്, എത്രയോ വേലക്കാര്, എത്രയോ ദൈവദാസന്മാര് അവര് വാളിനിരയായി, അല്ലെങ്കിൽ അനേകര് തീയിലൂടെ കടന്നുപോയി, അനേകര് മൃഗങ്ങളാല് കൊല്ലപ്പെടുവാനിടയായി തീർന്നു. എത്രയോ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ ഭാരതത്തിന്റെ അനുഭവത്തിൽ തന്നെ എത്രയോ മിഷണറിമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അത് ആണ് അവരുടെ ജീവനെ അവരുടെ ശുശ്രൂഷയെക്കാളും വലുതായി കണ്ടില്ല. യേശു കർത്താവിടെ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചല്ലോ. അവിടെ കർത്താവ് പറയുന്നത്, എന്നെക്കാൾ അധികമായി മറ്റാരെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇത് സാധ്യമാണോ എന്ന് ചിലപ്പോൾ തോന്നാം. നമ്മളതിലൊക്കെ വളരെ പുറകോട്ട് പോയിട്ടുള്ളവരാണ്. യേശുവിനേക്കാൾ എന്തെല്ലാം നാം സ്നേഹിക്കുന്നു. ആരാധനയ്ക്ക് പോലും വരാനായിട്ടുള്ള വിമുഖത കാണിക്കുന്ന നമുക്ക് അതിനേക്കാളും വലിയ ത്യാഗം വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാനായിട്ട് അത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുന്നത് നഷ്ടത്തിന്റെ കണക്കുകളാണ്, ഇല്ലായ്മയുടെ വല്ലായ്മയുടെ അനുഭവങ്ങളാണ്. സമൃദ്ധിയൊക്കെ ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ദേശത്തേക്ക് വന്ന് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അനേക മിഷണറിമാരുടെ ചരിത്രമെന്നാ പറയുന്നത്. അവരൊക്കെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന, വിദേശങ്ങളിൽ നല്ല സമ്പൽ സമൃദ്ധിയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ഒന്നുമില്ലായ്മയിൽ ഈ നാട്ടിൽ വന്ന് ഇവിടെ രോഗം വന്ന് അനേകർ മരണപ്പെട്ടു. മറ്റുള്ള വിധത്തിൽ അനേകർ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. അതൊക്കെ ചരിത്രമാണ്. ചരിത്രം നമുക്ക് മറന്നു കളയാനായിട്ട് സാധിക്കുകയില്ല. സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് നഷ്ടസാധ്യതകളെ ഏറ്റെടുത്ത വിശ്വാസ വീരന്മാരുടെ ചരിത്രത്താൽ സമ്പന്നമാണ് നമ്മുടെ സഭാ ചരിത്രം എന്ന് പറയുന്നത്. അവിടെ ശുശ്രൂഷയുടെ കണ്ണികളാകുന്നത് ഒരു സാഹസികതയാണ്. മാറി നിൽക്കുവാനായിട്ട് ചിലപ്പോൾ എളുപ്പം ഒരു കാര്യത്തിൽ. എസ്തേറിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് പോകുവാനായിട്ട് നിയമമില്ല, രാജാവിന്റെ അടുക്കൽ പോകാനായിട്ട് എനിക്ക് സാധ്യമല്ല, അവിടെ ചെന്നാൽ എൻ്റെ ജീവന് പോലും ഭീഷണിയായിരിക്കും, ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ നഷ്ടമായെന്ന് വന്നേക്കാം, വേണമെങ്കിൽ ഒഴികഴിവ് പറഞ്ഞ് മാറാമായിരുന്നു. എന്നാൽ എസ്തേർ തൻ്റെ ജനത്തെ ഓർത്ത്, യഹൂദന്മാരെ ഓർത്ത്, അവിടെ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന എസ്തേർ. എപ്പഫ്രാദിത്തോസ്
തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നാലും ആ ശുശ്രൂഷയെ വലിയവരായി കണ്ട എപ്പഫ്രാദീത്തോസ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസമാകുന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ ജീവൻ നൽകേണ്ടി വന്നാലും ഞാൻ അതിസന്തോഷത്തോടുകൂടെ അത് കൊടുക്കും. എൻ്റെ രക്തം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കും. എങ്കിലും എൻ്റെ ജീവനെ വിലയേറിയതായി ഞാൻ എണ്ണുന്നില്ല. ഇതെല്ലാം പൗലോസിന്റെ വാക്കുകളാണ്. പൗലോസ് തൻ്റെ ജീവനേക്കാൾ യേശുവിനെയും യേശുവിൻ്റെ ശുശ്രൂഷയും സ്നേഹിച്ച മനുഷ്യൻ. യേശു കർത്താവിനെ കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ഉത്തമമായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് യേശു കർത്താവ് തന്നെയാണ്. കർത്താവ് എന്താ ചെയ്യുന്നത്? എൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശു അവസാനമായി ഗെത്ശമനയിൽ വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ദ മാൻ ഫോർ അതേഴ്സ് എന്ന് പറയാം യേശുവിനെ കുറിച്ച്. മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ട് ഒന്ന് ശുശ്രൂഷയുടെ കണ്ണികളാകുന്ന സാഹസികത, മറ്റ് അപരോന്മുഖമായുള്ള ജീവിതത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ളത്, എന്നാൽ എനിക്ക് എന്ത് കൊടുക്കാമെന്ന് ചിന്തിക്കുന്നിടത്താണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത് എന്ന് നാം ഓർക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഒരു ദൈവരാജ്യം ഒരു ചെറിയ ഒരു കലത്തിലെ മാവിൽ അല്പം മാവ് ചേർത്ത് വയ്ക്കുന്ന അതുപോലെയാണെന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി. ദൈവരാജ്യം ഒരു കുഞ്ഞ് കടുകുമണി വലുതായി തീരുന്നത് പോലെയാണെന്ന് കർത്താവ് പറഞ്ഞു. ഒരു ചെറിയ മീൻ പിടിക്കുന്ന ഒരു വല പോലെയാണെന്ന് കർത്താവ് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം അർത്ഥം ഒരു കുഞ്ഞു തുടക്കത്തിൽ നിന്ന് ഒരു വലുതായിട്ട് മാറുന്ന അനുഭവമാണ്. അതെങ്ങനെയാണ് സാധ്യമായതെന്ന് ചോദിച്ചാൽ, തങ്ങളെ തന്നെ വിലയേറിയതായി എണ്ണാതെ, തങ്ങളെ തന്നെ മാന്യരായി വലിയവരായി എണ്ണാതെ, ഏറ്റവും താഴ്മയുടെ എളിമയുടെ സഹനത്തിൻ്റെ ശുശ്രൂഷകളെ ഏറ്റുവാങ്ങി കർത്താവിന് വേണ്ടി നിലനിന്നത് കൊണ്ടാണ്. തങ്ങളെ തന്നെ ഏതുമില്ല എന്ന് എണ്ണിക്കൊണ്ട് തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ദൈവരാജ്യം വളർന്ന് വലുതായത്. അങ്ങനെയാണ് ദൈവരാജ്യത്തിന് വളർച്ച. അല്ലാതെ വെട്ടിപ്പിടിച്ചോ തട്ടിപ്പറിച്ചോ ഒന്നുമല്ല ദൈവരാജ്യം വളരുന്നത്. ദൈവരാജ്യം വളരുന്നത് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്, തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോഴാണല്ലോ മറ്റുള്ളവരിലേക്കും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ ലോകത്ത് ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായത്. ക്രിസ്ത്യാനിറ്റി അത് ഇത്രത്തോളം വലുതായി തീർന്നത് എന്ന ചരിത്രം നാം ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകൾ ഉണ്ട്. എന്നിരിക്കലും നാം കർത്താവിൻ്റെ മക്കളാണ്. കർത്താവ് നമ്മെ വിളിച്ചവരാണ്. വിവിധങ്ങളായ മുഖാന്തരങ്ങളിലൂടെ, വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും ഒക്കെയും ഭാഗവാക്കുകളായി നാം തീർന്നിരിക്കുക. അത് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നാം നിഷ്ക്രിയരായിരിക്കാനായിട്ട് പാടില്ല. നാം ദൈവരാജ്യം വളരുന്ന ആ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗവാക്കുകളായിട്ട് നാം തീരേണ്ടത് ആവശ്യമാണ്. ഒരു ആവേശകരമായൊരു തീരുമാനമല്ല. ഇവിടെ എപ്പഫ്രാദീത്തോസിനെ പോലെ, അല്ലെങ്കിൽ ഇവിടെ എസ്തേർ രാജ്ഞിയെ പോലെ ആഴമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ആ ബോധ്യങ്ങളിൽ നിന്നാണ്, ദൈവീക അനുഭവങ്ങളിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല. ഒരാവേശത്തിൽ നിന്നുള്ളതായ ഒരു തീരുമാനമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവാശ്രയത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ആ ബോധ്യങ്ങളിൽ നിന്ന്, അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിനായി ജീവിക്കുവാനായിട്ടുള്ള വലിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാനെൻ്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കും. കർത്താവ് പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവർ എനിക്ക് യോഗ്യനല്ല. ഒരു ക്രിസ്തീയ നാമധാരി ആയതുകൊണ്ട് മാത്രം ക്രിസ്തുവിന് യോഗ്യനായി തീരണമെന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ഹിതം ചെയ്ത് അവൻ്റെ പാത പിൻപറ്റുവാനായിട്ട്, അതുകൊണ്ട് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നാൾതോറും തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ക്രൂശിന്റെ ഒരു അനുഭവം, ക്രൂശിന്റെ ഒരു നിഴൽ അതുണ്ട്. അത് സ്വയമേവ നാം ഏറ്റുവാങ്ങുകയാണ്. ആരും അടിച്ചേൽപ്പിക്കുന്നല്ല ക്രൂശ് അനുഭവം എന്ന് പറയുന്നത്. നഷ്ടസാധ്യതകൾ എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും. അതുകൊണ്ടാണ് പാട്ടുകാരനായ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഇപ്രകാരം പാടിയല്ലോ, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ യേശു അല്ലാതെ എനിക്കൊന്നുമില്ല. യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത്. അവനാണ് എൻ്റെ സമ്പത്ത്, മറ്റൊന്നും അതിനോളം വരുന്നതല്ല. അതുകൊണ്ട്
ജീവിതത്തിൽ നഷ്ടസാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് അതൊരു ഒരു ഒരു റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. അല്ലെങ്കിൽ നമ്മളൊരു സാഹസികത ഏറ്റെടുക്കുന്നത് പോലെയാണ് തീർച്ചയായിട്ടും ഈ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം അനേക ആളുകൾ ഇന്ന് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഭീകര പ്രവർത്തകർ, അവരുടെ ജീവനൊന്നും ഒരു പ്രശ്നമല്ല. അവരെ കൊല്ലാനും മരിക്കാനും ഒക്കെ അവർ തയ്യാറാണ്. അതല്ല ക്രിസ്തീയ മാർഗം. പക്ഷേ നമ്മൾ ആരും ആയുധമെടുത്ത് കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ അല്ല. എന്നാൽ സ്നേഹം കൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ ആയുധം എന്ന് പറയും. മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ആയുധം എന്ന് പറയുന്നത് സ്നേഹമാകുന്ന ആയുധമാണ്. ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ അല്ലെ ആ ക്രൂശിൻ്റെ അനുഭവത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ നഷ്ടം വരുത്തിയേക്കാം, കഷ്ടം വരുത്തിയേക്കാം, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുത്തിയേക്കാം, നിന്നയും പരിഹാസവും ഒക്കെ വന്നേക്കാം. എന്നാൽ നമുക്കൊരു സന്തോഷമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമായി നാം തീരുകയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുക. അതൊരു മഹത്തായ അനുഭവമാണ്. അത് കർത്താവിൻ്റെ വരവെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് സാധ്യമാകുന്നത് എന്നുള്ളത് നാം ഓർക്കണം. ഞാനല്ലാതെ ഒരു വഴിയില്ല, അല്ലെങ്കിൽ നാം അല്ലാതെ വേറൊരു വഴിയില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് ഇടപെടാൻ, ഈ ലോകവുമായി സംവദിക്കാൻ. ഞാനും നിങ്ങളുമാണ് ഇവിടെയുള്ള ഉപാധി ദൈവത്തിനെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ നമുക്ക് വളരാനും ഉയരാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് അവിടുത്തെ വചനം ധ്യാനിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ രാജ്യനിമിത്തം അവിടുത്തെ നാമനിമിത്തം നഷ്ടം സഹിക്കേണ്ടി വന്നാലും കഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ കർത്താവേ, നിന്റെ പാതയിൽ എന്തെല്ലാം സമ്മർദ്ദങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും കർത്താവെ നിന്നെ തന്നെ നിന്റെ വഴികളിൽ നടക്കുവാൻ, നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതോട് ക്രൂശെടുത്ത് അനുഗമിക്കണം കർത്താവെ. ഞങ്ങൾ യോഗ്യരായിട്ടല്ല എങ്കിലും കർത്താവെ നീ അടികളെ യോഗ്യരാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ക്രൂശെടുത്ത് നിന്നെ അനുഗമിക്കാത്തവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞല്ലോ. ദൈവമേ, ഞങ്ങൾ ദൈവമേ അയോഗ്യരാണ്, ഞങ്ങൾ കുറവുകാരാണ്. എങ്കിലും കർത്താവെ അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, നിന്റെ രക്ഷണീയ പദ്ധതിയുടെ ഭാഗവാക്കുകളാക്കി നാളുകളിൽ ദൈവമേ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവിൻ്റെ എല്ലാം നഷ്ടസാധ്യതകൾ ദൈവമേ വന്നാലും അതൊക്കെയും കർത്താവിൻ്റെ നാമനിമിത്തം സ്വീകരിപ്പാനായുള്ള ഹൃദയവും മനസ്സും ആഴമായുള്ള ആത്മീയ ബോധ്യങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം, ആടും മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നത് തോന്നി കേൾക്കണമേ. ആമേൻ. നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചു ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കർത്താവായ യേശു മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനായ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവിടുന്ന് അന്യമുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുദ്ധാനത്തിലും നിത്യമായ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ഒരുങ്ങാൻ പൊതുവായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യാചിപ്പിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിരുന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവരുന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് കർത്താവ് പറയും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലെ അഭയാചനകളെ കഴിക്കാം. നമുക്ക് അവിടുത്തെ സന്നിധിയിൽ അടുത്ത് ചെന്ന് എസ്തേറിനെ പോലെ നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന, മറ്റുള്ളവരെ ഓർക്കുന്ന, അവരുടെ ജീവന് വേണ്ടിയും കരുതുന്ന ആ നല്ല മനോഭാവം നാം കാണും തിരുവചനത്തിൽ. ശുശ്രൂഷയിൽ മരണത്തോളമായി പോകാറായ പത്രോസിനെ കുറിച്ച് നാം ചിന്തിച്ചു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി അന്ത്യശ്വാസം വരെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ ഇടവകയിൽ ആവശ്യങ്ങളിലിരിക്കുന്നവരുണ്ട്, ചികിത്സയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തികമായ ഒരു രീതിയിൽ ക്ലേശിക്കുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, ഭവനങ്ങളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്ത മക്കളുണ്ട്, ഉപജീവന മാർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്, കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾ, പഠിക്കുന്ന കൊച്ചുമക്കൾ, എല്ലാവരും ദൈവങ്ങളിൽ
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഈ മഹാമാരിക്കെതിരെ പോരാടുന്ന നേഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്. നമ്മുടെ ഇടവകയിലുള്ള മക്കളുണ്ട്. അവരെല്ലാം ദൈവം സുരക്ഷിതരായിട്ട് സൂക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസിദാസന്മാരെ നമുക്ക് ഓർക്കാം. ഏത് വേലയിൽ ഏർപ്പെട്ടിരുന്നാലും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിലുള്ള നഷ്ടസാധ്യതകളെ അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ സഭയായി കുടുംബങ്ങളായി ദൈവമേ നീ അടികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് ആവശ്യമായ സൗഖ്യം, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന് കർത്താവേ നിന്റെ സൗഖ്യം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവജന നാളുകളിൽ മാരത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ അഭയാനം കഴിപ്പാൻ കർത്താവിൻ്റെ ജനത്തെ നീ ഒരുക്കണമേ, ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നേരത്തും അതേ പ്രാർത്ഥനയാലും സകല പ്രാർത്ഥനയാലും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന വചനം നമുക്ക് ഏത് നേരത്തും അതുകൊണ്ട് ഉണർന്നിരിപ്പാൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ നാം ഒരുക്കത്തോടിയിരിപ്പാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവമേ നീ അടിമയെ ബലപ്പെടുത്തണമേ. യാതൊരു കാരണവശാലും നിന്നിൽ നിന്നാക്കുന്നു പോകുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ ഇടയാകരുതേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ നിങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പൊതുവായ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ദൈവമേ വിശ്വാസത്തോടുകൂടി കൊണ്ടുവരുന്നപ്പ ഞങ്ങളുടെ കുടുംബങ്ങളും വിലയ്ക്കുന്നതൊന്നും കണക്കിടരുത് കർത്താവ്. ഈ അടികൾ പലപ്പോഴും ഞങ്ങളുടെ ലാഭവും ഞങ്ങളുടെ സന്തോഷവും മാത്രം നോക്കുന്നവരാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും മറ്റുള്ളവരെക്കുറിച്ചുള്ള കർത്താവ് ഒരു പ്രവർത്തനങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്തില്ല. കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് എല്ലായ്പ്പോഴും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലായിരുന്നല്ലോ. ആവശ്യങ്ങളിരിക്കുന്നവരെ, രോഗികളായി കഴിയുന്നവര് കർത്താവെ പലവിധമായ അലഞ്ഞ് തിരിയുന്ന മനുഷ്യരെ കൊണ്ട് ഓർത്ത് കർത്താവെ ഇടയിലില്ലാത്ത ആളുകളെ പോലെ ജനത്തെ കണ്ട് അവരുടെ മനസ്സരിഞ്ഞ കർത്താവാണല്ലോ. അവർ മനസ്സരിവോടുകൂടി ജീവിക്കുവാൻ ഈ നാളുകളിൽ ദൈവമായ കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ആവശ്യങ്ങളിരിക്കുന്നവർ, രോഗികളായി കഴിയുന്നവർ, പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്നവരിൽ ഒരു ദേശമുണ്ടായിരിക്കുന്ന മക്കളെ കർത്താവെ അതുപോലെ മഹാമാരിക്കെതിരായി പോരാടുന്ന ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, ഓഫീസുകളിൽ പോകുന്നവർ, നിർമ്മാണ മേഖലയിലുള്ളവർ കർത്താവെ എല്ലാ മക്കളെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്നവർ, ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കർത്താവ് കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ മക്കൾ അവരെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. ഈ ദിവസക്കാലം കർത്താവിനെ അനുഗ്രഹിച്ചു തരണം. നന്മ മാനവും മഹത്വം എല്ലാം അവിടെ എടുക്കണം. പുത്രൻ്റെ ഏറ്റവും വിലയേറിയ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ഈ സമയത്ത് 199 കീർത്തനം ഒരു ചരണം പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്ര കാഴ്ച മാറ്റി വയ്ക്കാവുന്നതാണ്. 199 കീർത്തനം ഒരു ചരണം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വഴിപാടുകളെ അനുഗ്രഹിച്ച് വാഴ്ത്തേണമേ. അതിന് അനേകരുടെ അനുഗ്രഹത്തിനും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും അവിടുത്തെ രാജ്യത്തിൻ്റെ വിശ്രദ്ധിക്ക് മുഖാന്തരമായി അനുഗ്രഹിച്ച് വാഴ്ത്തേണമേ. അതിലേക്ക് നീണ്ടപ്പെട്ടുള്ള എല്ലാ കരങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ.
യേശു മശിഹാമൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുക്കരുതേ, ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നടത്തി നിൽക്കാം. നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 29-ാം തീയതി നമ്മുടെ സെൻറ് ആൻഡ്രൂസ് ഡേ പ്രമാണിച്ച് ഒരു ആരാധന, സാധാരണ ആരാധനയോട് ചേർന്ന് തിരുവത്താഴ ശുശ്രൂഷ ആയിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള പരിമിതികളുണ്ടല്ലോ എല്ലാവർക്കും. അതിനനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതാണ്. എങ്കിലും പരമാവധി ആളുകൾ വന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഓൺലൈൻ ആരാധന തുടരുന്നതാണ്. ഡിസംബർ മാസം 1-ാം തീയതി പ്രഭാതത്തിൽ ആരാധന ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള വിവരവും നിങ്ങളെ അറിയിക്കുന്നു. തിരുവത്താഴ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധന ഒടുവിലായി 200-ാം കീർത്തനത്തിൻ്റെ ഒരു ചരണം നമുക്ക് പാടാം. കീർത്തനം 200. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനമായി ഇരിക്കാം. ആമേൻ.